ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കാശ്മീര ശൈവത്തിൻ്റെ ത്രിപുരാക്രമം എന്ന ശാക്ത സാധനാക്രമത്തിൽ നിന്നും സൈദ്ധാന്തിക വശങ്ങളെയും പുരാതനമായ കൗല പാരമ്പര്യത്തിൻ്റെ ആചാരങ്ങളെയും ഉൾക്കൊണ്ട് രൂപീകൃതമായതാണ് പൂർവസമയാചാരം എന്ന ആദ്യ ഘട്ടമായ ശ്രീവിദ്യോപാസനാ സമ്പ്രദായം എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയതാണ്. സമയമാർഗത്തിൻ്റെ അടുത്ത ഘട്ടമായ ഇന്നത്തെ സ്ഥിതിയിലേക്കുള്ള പരിണാമം കുറിച്ച് സംവാദിക്കുന്നതിന് മുൻപായി പൂർവകൗളം എന്ന് സമയാചാരത്തിൻ്റെ ആചാര്യന്മാരായ ശ്രീ ലക്ഷ്മീധരാചാര്യർ മുതലായവർ പരാമർശിച്ച കൗള പാരമ്പര്യത്തിൻ്റെ ഉദ്ഭവം കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പ്രതിപാദിച്ച കൗളമാർഗത്തിൻ്റെ വിവരണം ശ്രീവിദ്യോപാസകരായ സമയമാർഗികളുടെ കാഴ്ചപ്പാടിലൂടെ ഉള്ളതാണ് എന്നത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിപുരാതനമാണ് കൗലം. കർണസ്ഥം ശ്രൂയത്തെ ദേവി പാരമ്പര്യക്രമാഗതം കൗലികം തു ഇതം ദേവി കർണാത്ത് കർണസമാഗതം. അതായത് ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് എന്ന ക്രമത്തിൽ ചെവിയിൽ കൂടി ശ്രദ്ധിച്ച് ഗ്രഹിച്ച് പരമ്പരാഗതമായി കൈമാറപ്പെട്ടു വന്നതാണ് കൗലികം അഥവാ കൗലജ്ഞാനം, കൗളാചാരക്രമം എന്ന് ശ്രീ പരമേശ്വരൻ ശ്രീ പരാശക്തിയോട് പറയുന്നതായി കൗലജ്ഞാന നിർണയം എന്ന തന്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞു കാണുന്നുണ്ട്. എന്താണ് ആ കൗളാചാരക്രമം എന്ന് പറയുന്നത്? ഭോഗം ആസ്വദിക്കുന്നതിന് മാത്രമായി ഉപയോഗിക്കുന്ന മനുഷ്യ ശരീരത്തെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് കുലാനുഷ്ഠാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുലം ശരീരം മഹാപ്രയോജനഹേതുതയാ യേഷാം തേ കൗലം എന്ന് സ്വച്ഛന്ദ സംഗ്രഹം എന്ന പഴയ തന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഒരു തീവ്ര സാധനയായി അനുഷ്ഠിക്കുന്ന സാധകനാണ് കൗലൻ അഥവാ കൗളൻ. ചര്യാപാദം എന്നും യോഗപാദം എന്നും രണ്ട് ശ്രേണിയായിട്ടാണ് കുലാചാരം വ്യാപിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയിരുന്നു. ചര്യാപാദമായാലും യോഗപാദമായാലും കുലം എന്നത് അതിതീവ്രവും അതികഠിനവുമായ സാധനയിൽ കൂടി എത്തുന്ന ഒരു അവസ്ഥയാണ്. എന്താണത്? എത്ര ദൃഷ്ടിർ മനസ്തത്ര ഭൂതേന്ദ്രിയമപുദ്ഗലഃ സ്വശക്തി ജീവഭൂതാനി ദൃഷ്ടിലക്ഷ്യൈർ ലയം ഗത. ദൃഷ്ടിയും മനസ്സും ഒന്നിക്കുന്ന അവസ്ഥ എന്ന് വെച്ചാൽ സമ്പൂർണമായ ഏകാഗ്രത. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ അസ്തിത്വം അഥവാ സ്വാരൂപ്യം നഷ്ടപ്പെടുന്നു. സ്വജീവനിൽ ശക്തിയുമായുള്ള താതാത്മ്യം സംഭവിക്കുന്നു. ദൃഷ്ടിയിൽ ലക്ഷ്യം ഐക്യമാകുന്നു എന്ന് വെച്ചാൽ കാണുന്നവനായ താനും കാണപ്പെടുന്ന ലോകവും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന ജ്ഞാനം സ്പഷ്ടമായി സ്ഫുരിക്കുന്നു. അത് അനുഭവവേദ്യമാകുന്നു, അനുഭവത്തിൽ കൂടി അറിയുന്നു. ഈ അവസ്ഥയിൽ എത്തിയ സാധകനാണ് കൗളൻ. ഭാരതഭൂമിയുടെ നാനാപ്രദേശങ്ങളിലും വ്യാപിച്ചിരുന്നതും അനേകം നൂറ്റാണ്ടുകാലം അതിൻ്റെ സ്വാധീന പ്രഭാവം നിലനിർത്തിയിരുന്നതുമായിരിക്കണം ഈ കൗള പാരമ്പര്യം. ഇന്ന് അവശേഷിച്ചിട്ടുള്ള കൗളതന്ത്രങ്ങളും ആചാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ആഗമഗ്രന്ഥങ്ങളും അടങ്ങുന്ന വിശാലമായ സാഹിത്യ സമ്പത്തിൽ നിന്നും നമുക്ക് അതാണ് വ്യക്തമാകുന്നത്. അത്യധികം പ്രബലമായ ഒരു ആധ്യാത്മിക സാധനാ സമ്പ്രദായമായി വളർന്ന് യോഗാചരണങ്ങളുടെയും ആത്മോപാസനാ രീതികളുടെയും രൂപീകരണത്തിൽ ഒരുവിധം എല്ലാ ദർശനങ്ങളെയും തത്വചിന്താ സമ്പ്രദായങ്ങളെയും നേരിട്ടോ പരോക്ഷമായോ അത് സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. പുഷ്പേ ഗന്ധസ്ഥിലേ തൈലം ദേഹേ ജീവോ ജലേ അമൃതം യഥാ തഥൈവ ശാസ്ത്രാണാം കുലം അന്ധപ്രതിഷ്ഠിതം. പൂവിൽ ഗന്ധം പോലെയും എള്ളിൽ എണ്ണ പോലെയും ശരീരത്തിൽ ജീവൻ പോലെയും ജലത്തിൽ അമൃതത്വം പോലെയും സകല ശാസ്ത്രങ്ങളിലും കുലജ്ഞാനം വ്യാപിച്ചിരിക്കുന്നു എന്ന് ശ്രീ മഹേശ്വരാനന്ദനാഥർ തൻ്റെ മഹാർത്ഥമഞ്ജരിയിൽ പറയുന്നു. ഈ പുരാതന കൗളമതത്തിൻ്റെ അഥവാ കൗളജ്ഞാനത്തിൻ്റെ സ്വാധീനം സർവത്ര വ്യാപിച്ചതിൻ്റെ ഫലമായി നിരവധി ഉപസമ്പ്രദായങ്ങളും പദ്ധതികളും ഉദ്ഭവിക്കുകയും ജനശ്രദ്ധ നേടി വികസിക്കുകയും ചെയ്തു.
കൗളയോഗ സാധനയുടെ വികസനം ഗുരുശിഷ്യ പാരമ്പര്യത്തിൽ കൂടി വ്യക്തിഗതമായ കൗളയോഗ സിദ്ധന്മാരിൽ കൂടി ആരംഭിച്ചത് കൊണ്ട് ഈ സമ്പ്രദായത്തിൻ്റെ വ്യാപകമായ വളർച്ചയും സ്വാധീനവും സ്വാഭാവികമായിരുന്നു. ശ്രദ്ധാലുക്കളായ നിരവധി സാധകരെ ഈ പ്രസ്ഥാനം ആകർഷിക്കുകയും അവരിൽ കൂടി അത് വീണ്ടും പുഷ്ടിപ്പെടുകയും ചെയ്തു. എന്നാൽ അവരിൽ ഭൂരിപക്ഷവും അജ്ഞാതരാണ്. ആ ആചാര്യന്മാർ ആരും തന്നെ അവരുടേതായ നിർദ്ദേശ ശാസനങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നും എഴുതി കൂട്ടിയില്ല. അതുകൊണ്ട് തന്നെ കൗളമതത്തിൻ്റെ വികാസത്തിലേക്കുള്ള അവരുടെ സംഭാവനകൾ കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുമില്ല. മത്സ്യേന്ദ്ര സംഹിതയിലാണ് ആദി കൗളമതത്തിൻ്റെ 7 വ്യത്യസ്ത സമ്പ്രദായങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പാദോത്തിഷ്ഠ കൗളം, മഹാകൗളം, മൂലകൗളം, വഹ്നികൗളം, വൃഷ്ണോത്ഥ കൗളം, സിദ്ധകൗളം, പിന്നെ യോഗിനി കൗളം. ഇതിൽ ഏറ്റവും പ്രശസ്തമായതാണ് യോഗിനി കൗളം. യോഗിനി കൗളത്തിൻ്റെ സ്ഥാപകാചാര്യനായി വാഴ്ത്തപ്പെടുന്നത് മഹാസിദ്ധനായ ശ്രീ മത്സ്യേന്ദ്രനാഥരാണ്. ശ്രീ മത്സ്യേന്ദ്രനാഥരുടെയും അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായ ശ്രീ ഗോരക്ഷനാഥർ അഥവാ ഗോരഖ്നാഥരുടെയും രചനകളായി അറിയപ്പെടുന്ന പുരാതന ഗ്രന്ഥങ്ങളിൽ കൂടിയും പിന്നെ ശ്രീ ഗോരഖ്നാഥർ തുടങ്ങിവെച്ച നാഥപന്ഥ അഥവാ നാഥസമ്പ്രദായത്തിലെ ഗുരുക്കന്മാരുടെ പാരമ്പര്യത്തിൽ കൂടിയുമാണ് പഴയ കാലത്തെ ആ കൗള സമ്പ്രദായം കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആരാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ? അദ്ദേഹത്തിൻ്റെ രസകരമായ ചരിത്രം എന്താണ് എന്നതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. യോഗിനി കുലം എന്ന കുലാചാര പാരമ്പര്യത്തിൻ്റെ പ്രതിഷ്ഠാപക ആചാര്യനാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ. അതിപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് പല തന്ത്രങ്ങളും ശ്രീ മത്സ്യേന്ദ്രനാഥരെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുരാവൃത്തത്തെ ചുറ്റിപ്പറ്റി നിരവധി മിത്തുകളും പ്രചാരത്തിലുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, നേപ്പാൾ, തിബത്ത്, ബലൂചിസ്ഥാൻ മുതലായ അയൽ ദേശങ്ങളിലും ശ്രീ മത്സ്യേന്ദ്രനാഥരെ കുറിച്ചുള്ള കഥകൾ പ്രബലമാണ്. മത്സ്യേന്ദ്ര സംഹിതയിലുള്ള ഈ കഥ തന്നെയാണ് മറ്റു പല ഗ്രന്ഥങ്ങളിലും ആവർത്തിച്ച് കാണുന്നത്. അത് ഇങ്ങനെയാണ്: ഒരു ശൈവാഗമ യോഗിയിൽ നിന്നും ഗുപ്തജ്ഞാനമായ താന്ത്രിക യോഗ സാധന പഠിച്ച് തീവ്രമായ സാധന ചെയ്യുന്ന ഒരു യോഗിയായി തീർന്ന ശ്രീ മത്സ്യേന്ദ്രനാഥർ ഒരിക്കൽ ഒരു പുഴയിൽ സ്നാനത്തിനായി ഇറങ്ങിയപ്പോൾ ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. അതിബൃഹത്തായ ഗുഹ പോലെയായിരുന്ന ആ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ അദ്ദേഹം വിശ്രമിച്ചിരുന്നു. മത്സ്യം നീന്തിച്ചെന്ന് ഒടുവിൽ വംഗദേശത്തിലെ ഒരു കടൽ തീരത്ത് എത്തി. അവിടെ ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് രഹസ്യമായി ആഗമങ്ങളിലെ നിഗൂഢതകൾ വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ ഇരുന്നു കൊണ്ട് ശിവപാർവതിമാരുടെ സംഭാഷണം മുഴുവനും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശ്രീ മത്സ്യേന്ദ്രനാഥർ മത്സ്യത്തിൻ്റെ വയറ് കീറി പുറത്തേക്ക് വന്ന് അവർ സമ്പാദിച്ച ആഗമരഹസ്യങ്ങൾ മുഴുവനും താൻ കേട്ട വിവരം ശിവദമ്പതികളെ അറിയിച്ചു. യസ്മാത് ത്വമിഹ മത്സ്യസ്യ മധ്യദേശാത് സമുദ്ഗതഃ തസ്മാൻ മത്സ്യേന്ദ്രനാഥാഖ്യോ ഭവിഷ്യതി ജഗത്രയേ. അതായത്, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും ഇവിടെ പുറത്തു വന്നതുകൊണ്ട് നീ 3 ലോകങ്ങളിലും മത്സ്യേന്ദ്രനാഥൻ എന്ന പേരിൽ അറിയപ്പെടും എന്ന് ശ്രീ പരമേശ്വരൻ അനുഗ്രഹിച്ചതുകൊണ്ട് മത്സ്യേന്ദ്രനാഥൻ എന്ന പേരിൽ ആ യോഗിവര്യൻ അറിയപ്പെടാൻ തുടങ്ങി. ശ്രീ പരമേശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രീ മത്സ്യേന്ദ്രനാഥർ താൻ മഹേശ്വരനിൽ നിന്നും നേരിട്ട് പഠിച്ച ശാംഭവ സംഹിതയായ കൗലജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതിനായി തക്കതായ ഒരു ശിഷ്യനെ അന്വേഷിച്ച് പലയിടങ്ങളിലും നടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വനത്തിലിരിക്കുന്ന സമയത്ത് ഒരു രാജാവ് വന്ന് നമസ്കരിച്ചു. തക്കതായ ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടന്നിരുന്ന ചോലേന്ദ്രൻ എന്ന പേരുള്ള ഒരു ചോള രാജാവായിരുന്നു അദ്ദേഹം. തഥ കാലേന മഹതാ ചോലോ രാജാ മഹാശയഃ സുശ്രാവതസ്തതാം വാണീം ദുർജ്ഞേയം ബുധൈർജനൈഃ. എന്നാൽ ശ്രീ മത്സ്യേന്ദ്രനാഥർ കൗലദീക്ഷ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ആ രാജനോട് പോയി തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞ് അയച്ചു. കുറേ കാലത്തെ കഠിന തപസ്സിന് ശേഷം വീണ്ടും തന്നെ സമീപിച്ച ആ ചോള രാജാവിന് ശ്രീ മത്സ്യേന്ദ്രനാഥർ തനിക്ക് ഉപദേശമായി കിട്ടിയ ശാംഭവശാസ്ത്രം ഉപദേശിച്ചു.
തം ച ശ്രുത്വാ ഇദം ശാസ്ത്രം സമ്യഗ് അഭ്യസ്യ യത്നതഃ ചോലേന്ദ്രനാഥനാംനാ ത്വം ഭവിഷ്യസി യോഗിറാട്ട്. യോഗിവര്യനായി ചോലേന്ദ്രനാഥൻ എന്ന പേരിൽ നീ അറിയപ്പെടും എന്ന് അനുഗ്രഹിച്ചു. ദുർലഭമായ ഈ ശാസ്ത്രത്തിൻ്റെ സാരം ശ്രീ പരമേശ്വരനിൽ നിന്നും ഗ്രഹിച്ച് നന്നായി വിശദീകരിച്ച് ലോകർക്ക് നൽകിയത് ശ്രീ മത്സ്യേന്ദ്രനാഥരാണ് എന്ന് ഈ മത്സ്യേന്ദ്ര സംഹിതയിലെ ശ്ലോകം പറയുന്നു. യേന ശംഭുമുഖോദ്ഗീതം ശാസ്ത്രസാരം സുദുർലഭം സമ്യക് ശ്രാവിതം വന്ദേ മത്സ്യേന്ദ്രനാഥമകൽമഷം. ഈ ശാംഭവശാസ്ത്രമായ കുലജ്ഞാനം മുഴുവനും 52 പടലങ്ങളുള്ള അതിബൃഹത്തായ മത്സ്യേന്ദ്ര സംഹിത എന്ന പേരിൽ എഴുതിയെടുത്തത് ഈ ചോലേന്ദ്രനാഥനാണ് എന്നും പറയപ്പെടുന്നു. മത്സ്യത്തിനെ കൊന്ന് പുറത്തു വന്നതുകൊണ്ട് മത്സ്യഘ്നൻ, മച്ഛഘ്നൻ, മച്ഛന്തൻ എന്നീ പേരുകളിലും ശ്രീ മത്സ്യേന്ദ്രനാഥർ അറിയപ്പെടുന്നുണ്ട്. വൈദികമായ ശാസ്ത്രങ്ങളിലോ ഉപനിഷത്തുകളിലോ പ്രത്യേകിച്ച് പുരാണങ്ങളിലോ ഒന്നിലും തന്നെ ശ്രീ മത്സ്യേന്ദ്രനാഥരെക്കുറിച്ച് ഒരു പരാമർശവും കാണുന്നില്ല. എങ്കിലും പുരാതന തന്ത്രങ്ങളിലും ശൈവാഗമങ്ങളിലും ഏറ്റവും പൂജനീയനായ ആദി ഗുരുനാഥനാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ. കൗലജ്ഞാന നിർണയം, അകുലവീരതന്ത്രം, കുലാനന്ദതന്ത്രം, ജ്ഞാനകാരിക, കാമാഖ്യാഗുഹ്യസിദ്ധി, മത്സ്യേന്ദ്ര സംഹിത മുതലായ ഗ്രന്ഥങ്ങൾ ശ്രീ മത്സ്യേന്ദ്രനാഥരുടെ രചനകളായി അറിയപ്പെടുന്നവയാണ്. കൗളസാധനയുടെ ധർമ്മം, സിദ്ധാന്തം, ആചാരക്രമം, സിദ്ധി മുതലായ സകല വിഷയങ്ങളും ആദ്യമായി ഈ രചനകളിൽ കൂടി പ്രസിദ്ധമാക്കപ്പെട്ടതുകൊണ്ടാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ കൗള പാരമ്പര്യത്തിൻ്റെ ആദി ഗുരുവായി പ്രകീർത്തിക്കപ്പെടുന്നത്. കാശ്മീര ശൈവത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ ശ്രീ അഭിനവഗുപ്താചാര്യർ ശ്രീ മത്സ്യേന്ദ്രനാഥരെ മച്ഛന്ത വിഭു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാഗാരുണം ഗ്രന്ഥി ബിലാവകീർണം യോ ജാലമാതാന വിതാന വൃത്തി കലോംഭിതം ബാഹ്യപഥേ ചകാര സ്ഥാൻമേ സമച്ഛന്ത വിഭു പ്രസന്ന. അതായത് തീവ്ര ആസക്തിയാകുന്ന ചുമപ്പ് നിറവും മായാകഞ്ചുകമായ കലയാകുന്ന ഭാഗങ്ങളും വിഷയജ്ഞാനമാകുന്ന ഗ്രന്ഥികളും യോഗഭൂമിയാകുന്ന ദ്വാരങ്ങളുമുള്ള മായയാകുന്ന വലയെ പുറത്തേക്കെടുത്ത് വീശുന്ന ധീവരനായ ശ്രീ മത്സ്യേന്ദ്രനാഥർ എന്നിൽ പ്രസാദിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് തൻ്റെ ബൃഹത് കൃതിയായ തന്ത്രാലോകത്തിൻ്റെ മംഗളശ്ലോകങ്ങളിലൊന്നായി ഈ ശ്ലോകം ശ്രീ അഭിനവഗുപ്താചാര്യർ എഴുതിയിട്ടുള്ളത്. ആദിഗുരുവായ ശ്രീ പരമേശ്വരന് തുല്യനായിട്ടാണ് ശ്രീ അഭിനവഗുപ്താചാര്യർ പോലെയുള്ള ശിവാദ്വൈതത്തിൻ്റെ ആചാര്യന്മാർ കൗലജ്ഞാനത്തിൻ്റെ അവതാരകനായ ശ്രീ മത്സ്യേന്ദ്രനാഥർക്ക് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. സാക്ഷാൽ ശ്രീ ഭൈരവന്റെ അവതാരം തന്നെയാണ് മത്സ്യേന്ദ്രനാഥ സിദ്ധൻ എന്നും ഒരു കഥയുണ്ട്. ഗതോഹം സാഗരം ഭദ്രേ ജ്ഞാനദൃഷ്ട്യാവലോകനം മച്ഛം ആകർഷയിത്വാ തു സ്ഫോടിതം ചോദരം പ്രിയേ ഗൃഹീത്വാ മത്സ്യോദരസ്ഥം തു ആനീതം തു ഗൃഹീ പുനഃ സ്ഥാപയിത്വാ ജ്ഞാനപട്ടം മമ ഗൂഢം തു രക്ഷിതം മത്സ്യാഭിധാതിനൈർ വിപ്ര മത്സ്യഘ്നം ഇതി വിശ്രുത കൈരവർത്തത്വം കൃതം യസ്മാത് കൈവർത്തോ വിപ്രനായകഃ. അതായത് ഒരിക്കൽ ചന്ദ്രദ്വീപത്തിനടുത്തുള്ള കടലിൽ വലിയൊരു മത്സ്യം കൗലശാസ്ത്രം കവർന്നുകൊണ്ടുപോയി. അതിൻ്റെ ഗ്രന്ഥമായിരിക്കണം ഒരുപക്ഷെ മത്സ്യം കവർന്നു പോയത്. അപ്പോൾ ഞാൻ ഒരു മുക്കുവന്റെ രൂപത്തിൽ കടലിൽ ഇറങ്ങി ആ മത്സ്യത്തെ വധിച്ച് അതിൻ്റെ വായിൽ നിന്നും കൗലശാസ്ത്രം വീണ്ടെടുത്തു. വിപ്രനായകനായ ഞാൻ ഒരു ധീവരൻ്റെ പ്രവൃത്തി ചെയ്തതുകൊണ്ട് മുക്കുവനായി. മത്സ്യഘ്നൻ, അതായത് മത്സ്യത്തെ വധിച്ചവൻ എന്ന നാമവും ഞാൻ കൈവരിച്ചു എന്ന് ശ്രീ ഭൈരവൻ പറയുന്നതായിട്ട് കൗലജ്ഞാന നിർണയത്തിൽ ഒരു ഇതിഹാസം കാണുന്നുണ്ട്. ശ്രീ ഗോരക്ഷനാഥർ അഥവാ ഗോരഖ്നാഥർ ശ്രീ മത്സ്യേന്ദ്രനാഥരുടെ പ്രധാന ശിഷ്യനാണ്. ഈ 2 യോഗസിദ്ധന്മാരെക്കുറിച്ചും ധാരാളം കഥകൾ നേപ്പാളിലും തിബത്തിലും ഉത്തരേന്ത്യയിലും കിഴക്കൻ ഭാരതത്തിലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിട്ട് കിടക്കുന്ന വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലും എന്തിന് ആന്ധ്രയിലും തമിഴ്നാട്ടിലും കൂടി പ്രചാരത്തിലുണ്ട്. കുണ്ടലിനി സാധനയ്ക്ക് അനിവാര്യമായ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ശരീരപോഷണത്തിനും ആവശ്യമായ ഹഠയോഗം എന്ന ഒരു അഭ്യാസശാസ്ത്രം ലോകത്തിൽ അവതരിപ്പിച്ച ആദി ഗുരുനാഥന്മാരിൽ ഒരാളായിട്ടാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യോഗാസനത്തിൽ
മത്സ്യേന്ദ്രാസനം എന്ന ഒരു ആസന വിശേഷം തന്നെ ശ്രീ മത്സ്യേന്ദ്രനാഥരുടെ പേരിൽ അറിയപ്പെടുന്നുമുണ്ട്. ഹഠയോഗ പ്രദീപികയുടെ ഗ്രന്ഥകർത്താവായ ശ്രീ സ്വാത്മാരാമയോഗി തന്റെ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: ഹഠവിദ്യാം ഹി മത്സ്യേന്ദ്ര ഗോരക്ഷാദ്യ വിജാനത്തെ സ്വാത്മാരാമോധവാ യോഗി ജാനീതേ തത പ്രസാദതഃ. അതായത് മത്സ്യേന്ദ്രനാഥർ, ഗോരക്ഷനാഥർ മുതലായ മഹാസിദ്ധന്മാർ അറിഞ്ഞിരുന്ന വിദ്യയാണ് ഹഠവിദ്യ. അവരുടെ അനുഗ്രഹത്താൽ സ്വാത്മാരാമയോഗിയായ ഞാൻ ആ വിദ്യയെ മനസ്സിലാക്കി എന്ന് അർത്ഥം. നേപ്പാളത്തിലെ ബൗദ്ധ ഐതിഹ്യമനുസരിച്ച് ശ്രീ മത്സ്യേന്ദ്രനാഥർ ബൗദ്ധമതത്തിലെ 4ാമത്തെ ദിവ്യ ബോധിസത്വനായ അവലോകിതേശ്വരൻ ആണ്. നേപ്പാളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കമരി പർവ്വതത്തിലാണ് അവലോകിതേശ്വരൻ വസിച്ചിരുന്നത്. ഒരിക്കൽ ശിഷ്യനായ ശ്രീ ഗോരഖ്നാഥർ തന്റെ ഗുരുവിനെ കാണാൻ വന്നപ്പോൾ ആ മല കയറുന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കി തന്റെ യോഗസിദ്ധി കൊണ്ട് ഒരു വലിയ ആമയുടെ പുറത്ത് കയറിയിരുന്ന് 9 നാഗങ്ങളെ കൊണ്ട് വലിപ്പിച്ച് ആ മല കയറിയത്രേ. നാഗങ്ങളെ ബന്ധനം ചെയ്തതുകൊണ്ട് ആകാശം വരളുകയും 12 വർഷക്കാലം ആ പ്രദേശത്തിൽ മഴയില്ലാതെയാവുകയും ചെയ്തു. നേപ്പാള രാജാവിന്റെ ഗുരുവായ ബന്ധുദത്തൻ അതിന് പരിഹാരം കണ്ടെത്തി. അവലോകിതേശ്വരനായ ശ്രീ മത്സ്യേന്ദ്രനാഥരെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം അവരോട് കരുണ കാണിച്ചു എന്നും അതുകൊണ്ട് വീണ്ടും സമൃദ്ധമായ മഴ പെയ്ത് ആ പ്രദേശം മുഴുവനും ഫലഭൂയിഷ്ടമായി എന്നും ഒരു കഥ പ്രബലമാണ്. തിബത്തില് 84 സിദ്ധന്മാരിൽ പ്രഥമനായ ലൂയിപാദൻ അഥവാ ലൂയിപ്പ ആണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ. മത്സ്യോദരം എന്ന സംസ്കൃത പദത്തിന്റെ തിബത്തൻ ഭാഷയാണ് ലൂയിപ്പ എന്ന് പറയപ്പെടുന്നു. തിബത്തൻ ഐതിഹ്യം അനുസരിച്ച് ശാവരിപ്പ അഥവാ ശവരാനന്ദനാഥരുടെ ശിഷ്യനാണ് ലൂയിപ്പ എന്നും രണ്ടുപേരും ധീവര സമുദായത്തിൽപ്പെട്ടവരാണ് എന്നും അവരാണ് ഹഠയോഗത്തിന്റെ അവതാരകർ എന്നുമാണ്. മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്നും ലൂയിപ്പ വെളിപ്പെട്ട കഥയും തിബത്തില് പ്രചാരത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ശ്രീ മത്സ്യേന്ദ്രനാഥരെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഇത്രയും വിവരങ്ങൾ 1934 പ്രസിദ്ധീകരിച്ച കൗലജ്ഞാന നിർണയത്തിന്റെ അവതാരികയിൽ പ്രൊഫസർ പ്രബോധചന്ദ്ര ബാഗ്ചി അവർകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണ്. വംഗദേശത്താണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ ജനിച്ചത് എന്നും കാമരൂപത്തിൽ, അതായത് അസ്സാമിലാണ് അദ്ദേഹം സംസ്ഥാപനം ചെയ്ത യോഗിനീകുലം പ്രചരിപ്പിച്ചത് എന്നുമാണ് ശ്രീ ബാഗ്ചി അവர்களுടെ നിഗമനം. കാമാഖ്യയിലായിരിക്കാം ഒരുപക്ഷെ. ശ്രീ മത്സ്യേന്ദ്രനാഥരുടെയും ശ്രീ ഗോരഖ്നാഥരുടെയും പേരും പെരുമയും ഭാരതദേശത്തിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പ്രസിദ്ധരായ 18 സിദ്ധന്മാരുടെ കൂട്ടത്തിൽ മച്ചമുനിയും ഗോരക്കരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിനുള്ള പ്രമാണം. മച്ചമുനിജ്ഞാനം, ഗോരക്കജ്ഞാനം എന്ന പേരുകളിൽ ഹഠയോഗ സംബന്ധമായ അവരുടെ പദ്യ ഗ്രന്ഥങ്ങളും പ്രബലമാണ് തമിഴകത്തിൽ. 800 പദ്യങ്ങളുള്ള മച്ചമുനി നായനാർ 800 എന്ന ഗ്രന്ഥം ആയുർവേദത്തിന് അഷ്ടാംഗയോഗം എന്ന പോലെ തമിഴ് സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഗ്രന്ഥമാണ്. തമിഴ് സിദ്ധനായ ഭോഗരും ഗോരക്കരും കൂടിയാണ് നവപാഷാണക്കൂട്ടില് പഴനിമലയിലെ ബാലദണ്ഡായുധപാണി സ്വാമിയുടെ മൂലവിഗ്രഹം നിർമ്മിച്ചത് എന്ന് ചതുരഗിരി മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. മാത്രല്ല മച്ചമുനിയുടെയും ഗോരഖരുടെയും സമാധി സ്ഥലങ്ങൾ പോലും തമിഴ്നാട്ടിലാണ് എന്നാണ് തമിഴ് സിദ്ധ പാരമ്പര്യത്തിന്റെ അവകാശം. എന്നാൽ സഹ്യപർവ്വതമാകുന്ന കോട്ടമതിൽ ഭേദിച്ച് കേരളക്കരയിലേക്ക് മാത്രം അവരുടെ പ്രശസ്തിക്ക് കടക്കാൻ പറ്റിയില്ല എന്നതാണ് പരമാർത്ഥം. ശ്രീ മത്സ്യേന്ദ്രനാഥരുടെ യഥാർത്ഥ ചരിത്രത്തിന്റെ നാൾവഴികൾ തേടുന്നത് ഒരു ഗഹനമായ സമസ്യയാണ്. കൃത്യമായ ഒരു ചരിത്രരേഖയും എവിടെയും ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലനിർണയവും കൃത്യമല്ല. ശ്രീ മത്സ്യേന്ദ്രനാഥരുടെയും ശ്രീ ഗോരഖ്നാഥരുടെയും ഒക്കെ കാലം ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയായി പല പ്രാന്തങ്ങളിലും പല രീതിയിൽ കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ ശരിയായ ഗണനയാവും എന്ന് തോന്നുന്നില്ല. ഈ മഹാത്മാവ് വെറുമൊരു ഇതിഹാസ കഥാപാത്രം മാത്രമായിരുന്നു എന്ന് കരുതുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഇതേ പേരിൽ ഒന്നിൽ കൂടുതൽ ആചാര്യന്മാർ ഉണ്ടായിരുന്നോ എന്നും സംശയമുണ്ട്. ഹഠയോഗം, കുണ്ടലിനി സാധന മുതലായവയിൽ കൂടി യോഗസിദ്ധി കൈവരിച്ച ശ്രീ മത്സ്യേന്ദ്രനാഥർ, ശ്രീ ഗോരഖ്നാഥർ മുതലായ മഹാസിദ്ധന്മാർ
കാലത്തെ അതിജീവിച്ചവരാണ് എന്നും ചിരഞ്ജീവികളാണ് എന്നും സൂക്ഷ്മശരീരികളായി ഇന്നും ജീവിക്കുന്നുണ്ട് എന്നുമാണ് പൊതുവായി വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ശ്രീ ഗോരഖനാഥരുടെ ശിഷ്യശൃംഖലയിൽ കൂടി തുടങ്ങിവെച്ചതാണ് നാഥപന്ഥ് അഥവാ നാഥസമ്പ്രദായം എന്നറിയപ്പെടുന്ന ഒരു സാധനാ പരമ്പര. ഹഠയോഗം എന്ന് പറയുന്ന തീവ്രമായ കായസാധനയിൽ കൂടി ജീവൻ മുക്തി കൈവരിക്കലാണ് നാഥസമ്പ്രദായ സിദ്ധന്മാരുടെ ലക്ഷ്യം. നവനാഥന്മാർ എന്ന 9 നാഥയോഗികളിൽ കൂടിയാണ് ഈ നാഥസമ്പ്രദായം ഭാരതത്തിൻ്റെ നാനാ പ്രാന്തങ്ങളിലും വ്യാപിച്ചത്. അപ്പോൾ എന്താണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ സ്ഥാപിച്ച ഈ ആദി കൗലമതം? അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എത്ര ദൃഷ്ടിർ മനസ്തത്ര ഭൂതേന്ദ്രിയമപുദ്ഗലഃ സ്വശക്തി ജീവഭൂതാനി ദൃഷ്ടിലക്ഷ്യേർ ലയം ഗത. ദൃഷ്ടിയും ലക്ഷ്യവും ഐക്യമാകുന്ന അഥവാ കാണപ്പെടുന്നതും മനസ്സും ഒന്നിക്കുന്ന അവസ്ഥയിലാണ്, അതായത് കാണുന്നവനായ തനിക്കും കാണപ്പെടുന്ന ലോകത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന ത്രിപുടീസിദ്ധിയാകുന്ന ജ്ഞാനം നിശേഷം സ്ഫുരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കൗളൻ സംജാതമാകുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ശക്തി ശിവങ്ങളാകുന്ന കുല അകുലങ്ങളുടെ ഐക്യഭാവം പ്രാപ്തനായവനാണ് കൗലൻ. സഹജഭാവത്തിൽ അധിഷ്ഠിതമായതാണ് കൗളന്റെ ധാർമ്മികത. ബൗദ്ധസിദ്ധാചാര്യന്മാരുടെ യോഗവുമായി വളരെയധികം സാമ്യമുള്ളതാണ് ലൂയിപ്പ അഥവാ ശ്രീ മത്സ്യേന്ദ്രനാഥർ മുൻവയ്ക്കുന്ന സഹജ സിദ്ധാന്തം. മറ്റ് സകല ജീവജാലങ്ങളെയും പോലെ പ്രകൃതിയെ അനുസരിച്ചുള്ള സഹജമായ ജീവിത രീതി കൈക്കൊള്ളലാണ് ഇത്. ഒന്നിനും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യമോ മുൻഗണനയോ കൊടുക്കേണ്ടതില്ല എന്നതാണ്. ഈ സഹജാവസ്ഥയ്ക്ക് അകുലവീരം എന്നാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ പേര് കൊടുത്തിരിക്കുന്നത്. അത് സിദ്ധിച്ച കൗളൻ അകുലവീരൻ ആണ്. ന മനോ നച വൈ ബുദ്ധിർ ന ചിന്താ ചേതനാധികം ന കാലഃ കലനാശക്തിർ ന ശിവോ നച ഇന്ദ്രിയഃ. ആ ഒരു അവസ്ഥയിൽ മനസ്സില്ല, ബുദ്ധിയില്ല, ചിന്തകളില്ല, ബോധമില്ല, കാലത്തിൻ്റെയോ അതിൻ്റെ ചെയ്തികളുടെയോ അറിവില്ല, ശക്തി ശിവം എന്നുള്ള സങ്കല്പങ്ങളൊന്നുമില്ല, ഇന്ദ്രിയങ്ങളുടെ ബോധവുമില്ല. ന ഭൂതേ ഗൃഹ്യതേ സോഹി ന സുഖം ദുഃഖമേവ ച ന രസോ വിരസശ്ചൈവ ന കൃതോ ന ച ജായത്തെ ന ഛായാ ന ച താപസ്തു ന ശീതോ ന ച ഉഷ്ണവാൻ ന ദൃശ്യത്തെ മനസ്തത്ര ഉദയാസ്തമനവർജിതം ന സീമാ ദൃശ്യത്തെ തത്ര ന ച തീർത്ഥ്യം ന ചേവഹി. സന്തോഷമോ ദുഃഖമോ രസമോ വിരസമോ ചൂടോ നിഴലോ തണുപ്പോ ഉഷ്ണമോ യാതൊന്നുമില്ല. വിചാരങ്ങൾ ഉദിക്കുന്നുമില്ല, മറയുന്നുമില്ല. ഒന്നിനും ഒരു അതിരുമില്ല, ഒന്നും തരണം ചെയ്യാനുമില്ല. ന ക്ഷിപ്തവ്യം മനഃ കശ്ചിത് ദയാചാത്ര ന കിഞ്ചന. മനസ്സ് ഒരു തരത്തിലും കുലുക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദയാ മുതലായ മനസ്സലിവിനൊന്നും ഒരു സ്ഥാനവുമില്ല. എന്നാൽ ലോകത്തിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? കേചിത് വദന്ത്യയം ധർമ്മമിതം ശാസ്ത്രമിതം തപഃ അയം ലോകോ അയം മാർഗ ഇതം ദാനമിതം ഫലം ഇതം ജ്ഞാനമിതം ജ്ഞേയമിതം വിജ്ഞാനമേവ ച ഇതം ശുദ്ധമശുദ്ധം ച ഇതം സാധ്യം ച സാധകം ഇതം തത്വമിതം ധ്യാനം നാനാഭാവന്തു ഭാവന. ചിലർ പറയുന്നു ഇതാണ് ധർമ്മം, ഇതാണ് ശാസ്ത്രം, ഇതാണ് തപസ്, ഇതാണ് ലോകനീതി, ഇതാണ് ശരിയായ മാർഗം, ഇതാണ് യഥാർത്ഥ ദാനം, ഇന്ന രീതിയിലാണ് അതിൻ്റെ ഫലം, ഇതാണ് ജ്ഞാനം, ഇതാണ് അറിയേണ്ടത്, ഇതാണ് വിശേഷമായ അറിവ്, ഇതാണ് ശുദ്ധം, ഇതാണ് അശുദ്ധം, ഇതാണ് ശരിയായ ലക്ഷ്യം, ഇതാണ് അതിലേക്കുള്ള വഴി, ഇതാണ് തത്വം, ഇതാണ് ധ്യാനം. ഇങ്ങനെ നാനാവിധത്തിലുള്ള ഭാവനകളിലും വിശ്വാസങ്ങളിലും കൂടിയും എന്തൊക്കെയോ പറയുന്നു. ഇങ്ങനെ സർവാത്മന ലൗകികരായ ഇവർ ബാലകന്മാരെ പോലെയാണ്. ബാലകാ ബഹുലാ ലോകാ ഉദ്ഭ്രാന്ത ഭ്രാന്തചേതസഃ ഹൃദി ശോകൈശ്ച സന്തപ്ത ദ്രവ്യപാശമനേകഥ. അവർ ഉദ്ഭ്രാന്തരും വ്യാമോഹത്തിലാണ്ടിരിക്കുന്നവരുമാണ്. ഈ ലോകത്തിൽ പലതിനോടും അടങ്ങാത്ത ആസക്തിയുള്ളവരും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താലും ദുഃഖത്താലും സന്തപ്തരുമാണ്.
ബഹുവിഷാദമാപന്നാ ചാസന്നാ ഹി മുഹുർമുഹു താവത് ഭ്രമതി സംസാരേ വികൽപ്പ ഭവസാഗരെ. കടുത്ത നിരാശയോടുകൂടിയും ഭയത്താലും സംസാരത്തിൽ ഭ്രമിച്ച് ഇവർ ഉഴലുന്നു. കലഹിക്കുന്ന ചിന്തകളുടെ സാഗരത്തിൽ ഇടവിടാതെ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ള സൈദ്ധാന്തികരും സാധാരണ ജനങ്ങളെപ്പോലെ തന്നെയാണ് എന്നതാണ് കൗളമതത്തിൻ്റെ പക്ഷം. കൗളർ അവരെ വീക്ഷിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാണ്. എന്നാൽ ഭോഗങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചവനാണ് കൗളൻ. അവന് ഒരു തരത്തിലും ആസക്തിയില്ല. പൂർണ്ണ വൈരാഗിയായ അവൻ്റെ ആശകളൊക്കെ അശേഷം നശിച്ചവയാണ്. ദഗ്ധബീജസ്യ സംഭൂതി യഥാനൈവ പ്രപദ്യത്തെ മൂലച്ഛിന്നോ യഥാ വൃക്ഷഃ പ്രരോഹന്നൈവ വിദ്യത്തെ അകുലവീരസ്യ വൈ തദ്വത് ന പുനർഭവബന്ധനം. കരിഞ്ഞുപോയ വിത്ത് മുളയ്ക്കില്ല എന്നതുപോലെയും വേര് വെട്ടിക്കളഞ്ഞ വൃക്ഷം തളിർക്കില്ല എന്ന പോലെയും ഭവബന്ധനങ്ങളിൽ നിന്നും വിമുക്തനാണ് കൗലജ്ഞനായ യോഗി. അനാഥം സർവനാഥം ച ഉന്മനാമതവർജിതം സർവം സമരസമ്പൂർണം അകുലവീരം തു കേവലം. തനിക്കൊരു നാഥനില്ലാത്തവനും താൻ തന്നെ സകലർക്കും നാഥനായിട്ടുള്ളവനും മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വിമുക്തനും മതമാത്സര്യങ്ങൾ ഒഴിഞ്ഞവനും സകലതിനെയും സമരസത്തോടുകൂടിയും പൂർണ്ണമായും കേവലം അകുലവീരം മാത്രമായും കാണുന്നവനുമാണ് കൗളസിദ്ധൻ. അവൻ എപ്പോഴും ഏകാഗിയുമാണ്. ഏകാഗീ വിചരേതി യോഗി യഥാരണ്യേ ഹുതാശനഃ. വനത്തിൽ ഒരു തടസ്സവും കൂടാതെ താനേ കത്തി ജ്വലിക്കുന്ന കാട്ടുതീ പോലെ ആ കൗളസിദ്ധൻ ഏകാഗിയായി യഥേഷ്ടം സഞ്ചരിക്കുന്നു. ഇതാണ് കഠിനമായ കുലസാധനയിൽ കൂടി സ്വന്തം ആത്മാവിനെയും ഇന്ദ്രിയ മനസ്സുകളെയും ശരീരത്തെയും സ്ഫുടം ചെയ്ത് മാറ്റിയെടുക്കുന്ന പുരാതന യോഗിനീ കുലത്തിലെ കൗളസാധന. എന്നാൽ ഈ കൗളസാധനയിൽ കൂടി യോഗപാദത്തിലേക്ക് സാധകനെ സജ്ജമാക്കുന്നതാണ് ചര്യാപാദത്തിൽ കൂടിയുള്ള വീരസാധന. കുലചൂടാമണി തന്ത്രത്തിൽ ഈ ചര്യാപാദം ബാഹ്യാനുഷ്ഠാനമായ പഞ്ചമകാര സാധനയുടെ രീതി ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. അഷ്ടമീ രാത്രിമാരഭ്യ ചതുർദശ്യാം സമാപയേത് അഷ്ടോത്തരശതം അർഘ്യം മന്ത്രയിത്വാസു സംയതഃ നഗ്നസ്താംബൂലപൂർണാസ്യോ മുക്തകേശോ ജിതേന്ദ്രിയഃ മദിരാഘൂർണനയനഃ പരയോഷിത് സമാഗമേ മദ്യം മാംസം തഥാ വത്സ യത്കിഞ്ചിത് കുലസാധനം തസ്യൈ ദത്വാ തതശേഷം ഗുരവേ വിനിവേദ്യ ച മദ്യം മാംസം വിനാ വത്സ കുലപൂജാം സമാചരേത് ജന്മാന്തരസഹസ്രസ്യ സുഹൃതം തസ്യ നശ്യതി. അതായത് അഷ്ടമി മുതൽ ചതുർദശി വരെയുള്ള രാത്രികളിൽ 108 പ്രാവശ്യം മന്ത്രപൂരിതമായ അർഘ്യം നൽകണം. താമ്പൂലം ധരിച്ച് അഴിച്ചിട്ട മുടിയോടുകൂടി നഗ്നനായി ഇരുന്ന് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് മദ്യപാനത്താൽ ചുമന്ന കണ്ണുകളോടു കൂടിയവനായി സ്ത്രീ സമാഗമത്തിൽ ഏർപ്പെടണം. കുലസാധനങ്ങളായ മദ്യം മാംസം മുതലായവ അവിടെ ഉണ്ടായിരിക്കണം. ദൂതിയായ സ്ത്രീക്ക് മദ്യവും മാംസവും നൽകി ശേഷിച്ചത് ഗുരുവിനും നൽകണം. മത്സ്യമാംസാദി മകാരങ്ങൾ കൂടാതെ ചെയ്യുന്ന കുലപൂജ ജന്മാന്തരങ്ങളായി നേടിയ സകല സുഹൃതപുണ്യങ്ങളെയും നശിപ്പിച്ചു കളയും. മദ്യം കുടിക്കുന്നതും മാംസവും മീനും കഴിക്കുന്നതും സാധാരണക്കാരായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയയല്ലേ? ഇതിലെന്താണ് ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യമുള്ളത്? ഒരു വിശേഷമായ കുലചര്യയാവാൻ മാത്രം എന്താണ് ഇതിൽ ഇത്ര പ്രാധാന്യമുള്ളത്? ഈ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നേക്കാം, അല്ലേ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആരാണ് ഈ സാധന ചെയ്യുന്നത്? സാധാരണക്കാരായ മനുഷ്യരാണോ? അല്ല. ശുദ്ധ സാത്വിക മാർഗത്തിലൂടെയുള്ള ആധ്യാത്മിക സാധനയ്ക്ക് പ്രതിജ്ഞാബദ്ധനായ സസ്യഭുക്കായ ഒരു സാധകന് പഞ്ചമകാര സാധന, അതായത് സ്വതവേ അറപ്പുള്ള മത്സ്യമാംസാദികൾ ഭക്ഷിക്കലും മദ്യം സേവിക്കലും ലഹരി പദാർത്ഥം കലർന്ന ഒരു പ്രത്യേകതരം ഭക്ഷണം കഴിക്കലും ഒക്കെ വലിയ ഒരു വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് നന്നായി ശ്രദ്ധിക്കണം. കുലം, ഗോത്രം, ജാതിമഹിമ, പൈതൃകം, സംസ്കാരം, ആഭിജാത്യം, ശുദ്ധം അശുദ്ധം എന്നീ പക്ഷപാതം മുതലായവയിലുള്ള അഭിമാനം, അതായത് സ്വാത്മാഭിമാനം കൊഴിഞ്ഞു പോകലാണ് ഈ സാധനയിൽ കൂടി
ഒരു കൗളന് സിദ്ധമാകുന്നത്. അതിൽ കൂടിയാണ് അകുലവീരം എന്നറിയപ്പെടുന്ന ഉത്തുംഗ വൈരാഗ്യത്തിൻ്റെ സർവസഹജഭാവം സംസിദ്ധമാകുന്നത്. പഞ്ചമകാരങ്ങളിൽ ഏറ്റവും ഒടുവിലുള്ളത് മൈഥുനമാണ്. എങ്ങനെയുള്ളതാണത്? ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ ആനന്ദരസത്തിൽ വീണു പോകാതെയും കാമവികാരത്തിൻ്റെ ആവേശത്തിൽ ഭോഗാനുഭവത്തിൻ്റെ ഒരു ഹരത്തിൽ അകപ്പെട്ടു പോകാതെയും ലൈംഗിക സംഭോഗത്തിൽ ഏർപ്പെടുക എന്നതും കഠിനമായ ഒരു പരീക്ഷണം തന്നെ ആയിരിക്കും, അല്ലേ? ഇതൊരു അഗ്നിപരീക്ഷ പോലെയാണ്. അതിഗൗരവമായ ഈ ഒരു ആത്മപരിവർത്തന മാർഗത്തിൽ ഇതുപോലെയുള്ള ദുർഘടമായ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ തികഞ്ഞ ധൈര്യശാലിയായ ഒരു സാധകന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന കൗളസാധകൻ വീരസാധകൻ എന്ന് അറിയപ്പെടുന്നു. യൈരേവ പതനം ദ്രവ്യൈഹി സിദ്ധിസ്തൈരേവ ചോദിത എന്ന് വെച്ചാൽ, സാമാന്യനായ ഒരു മനുഷ്യൻ്റെ പതനത്തിന് കാരണമാകുന്ന ഈ പഞ്ചമകാരാദി ദ്രവ്യങ്ങൾ തന്നെയാണ് ഒരു വീരസാധകന്റെ ആത്മസിദ്ധിക്ക് ഹേതുവാകുന്നത് എന്ന് കുളാർണവതന്ത്രം പറയുന്നു. അതായത് മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളെയും ജയിച്ച്, എന്ന് വെച്ചാൽ ശരീരഘടനയുടെ നിർബന്ധങ്ങളെയൊക്കെ അതിജീവിച്ച് കുണ്ടലിനി സാധനാ മാർഗമായ യോഗപാദത്തിലേക്ക് സാധകനെ തയ്യാറാക്കുന്നവയാണ് ചര്യാപാദത്തിൻ്റെ ഈ പഞ്ചമകാരാദി ബാഹ്യക്രിയകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണക്കാരായ മനുഷ്യർക്ക് സംഭവിക്കുന്നത് എന്താണ്? പഞ്ച ഇന്ദ്രിയങ്ങളുടെയും ഏറ്റവും ഉച്ചത്തിലുള്ള ആസ്വാദനമാണ് ഈ പഞ്ചമകാര സാധനയിൽ കൂടി സാമാന്യ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം, അല്ലേ? എന്നാൽ ശബ്ദരൂപ രസസ്പർശ ഗന്ധശ്ചൈവാത്ര പഞ്ചമം സർവഭാവാശ്ച തത്രൈവ പ്രലീണാഹ പ്രളയം ഗതാഹ. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ പഞ്ച ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന സകലതും അത് ഉണ്ടാക്കുന്ന വികാരഭാവങ്ങളും ലയിച്ച് ഇല്ലാതായിത്തീരലാണ് അകുലവീരം എന്നറിയപ്പെടുന്ന പരമമായ അവസ്ഥ. ഭാവങ്ങളും ഭാവരാഹിത്യങ്ങളും അവ ഉണ്ടാക്കുന്നതും ശമിക്കുന്നതും ഒന്നും സംഭവിക്കാത്ത സ്വഭാവം അതിമതം ശാന്തം, സകല സ്വഭാവങ്ങളെയും അതിക്രമിച്ച് ശുദ്ധമായ മനസ്സാൽ രൂപം കൊള്ളുന്ന ഒരു ശാന്താവസ്ഥയിലേക്ക് എത്താൻ വേണ്ട ഒരു പരിശീലനമാണ് പഞ്ചമകാര സാധനയിൽ കൂടി ഒരു കുലസാധകൻ ലക്ഷ്യമാക്കുന്നത് എന്നത് ഓർക്കണം. അതുകൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ ജയിക്കുക എന്നത് മാത്രമാണ് ചര്യാപാദത്തിലെ വീരസാധനയുടെ ഉദ്ദേശം. അതിൽ ഭോഗത്തിൻ്റെ അംശം ഒരു കണിക പോലും ഇല്ല. എന്നാൽ യോഗപാദത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചര്യാപാദത്തിലെ ക്രിയകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. ബാഹ്യമതേ രഥോ യസ്തു മൈഥുനേ മാംസഭക്ഷണേ തേ സർവേ നരകം യാന്തി ഇതി സത്യം വചോ മമ. തൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്താണെന്ന് മറന്ന് ബാഹ്യമായ ലഹരിയുടെയും മൈഥുനത്തിൻ്റെയും മത്സ്യമാംസാദി ഭക്ഷണത്തിൻ്റെയും ആസ്വാദന രസത്തിൽ കുടുങ്ങുന്ന സാധകർ നരകത്തിൽ ചെന്ന് പതിക്കും എന്ന് അകുലാഗമതന്ത്രം കൃത്യമായ താക്കീത് കൊടുക്കുന്നുണ്ട്. ബാഹ്യമതേ രഥോ യസ്തു മൈഥുനേ മാംസഭക്ഷണേ തേ സർവേ നരകം യാന്തി ഇതി സത്യം വചോ മമ. ഇത് ഉറപ്പായുള്ള ഒരു സത്യമാണ് എന്ന് അർത്ഥം. പഞ്ചമകാരാദി ചര്യാപാദ സാധനകളുടെ വെല്ലുവിളി അതിജീവിച്ച് യോഗപാദത്തിലേക്ക് കടക്കുന്ന കൗളൻ പിന്നെ ബാഹ്യമായ മതാനുഷ്ഠാനങ്ങളും ചിഹ്നങ്ങളും ത്യജിക്കണം. ശിഖായജ്ഞോപവീതാദി സ കഷായസ്ത്രിദണ്ഡധൃക് യത് ബാഹ്യവിഹിതം കർമ്മ നൈഷ്കർമ്മണി സമാചരേത്. കുടുമ, പൂണൂല്, കാവ്യവസ്ത്രം, കയ്യിൽ ത്രിദണ്ഡകം മുതലായവയെ ഒഴിവാക്കി നിഷ്കർമ്മിയായി സ്ഥിതി ചെയ്യണം. ചര്യാപാദത്തിൽ കൂടി സഞ്ചരിച്ച് പരിപൂർണമായ യോഗ്യത കൈവരിച്ച സാധകനെ അടുത്ത പടിയായ യോഗപാദത്തിലേക്ക് വിദഗ്ധനും സമർത്ഥനുമായ ഗുരു നയിക്കുന്നു. വേദദീക്ഷ എന്ന ഒരു പ്രക്രിയയിൽ കൂടി സാധകന് സൂക്ഷ്മശരീരബോധവും അതോടൊപ്പം തന്നെ കുണ്ടലിനി ശക്തിയെ സ്വയം നിയന്ത്രിച്ച് ഉയർത്താനും ഗുരു സാധിച്ചു കൊടുക്കുന്നു. മഹാവേദ ദീക്ഷയെക്കുറിച്ച് പിൽക്കാലത്ത് അത്ഭുത പരവേശത്തോടുകൂടി ശ്രീ ലക്ഷ്മീധരാചാര്യർ പരാമർശിച്ചിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കിയിരുന്നു. വേദദീക്ഷ പൂർവ്വസമയാചാരത്തിലും പ്രസക്തമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
മന്ത്രവേദം, ബിന്ദുവേദം, ശക്തിവേദം, ഭുജംഗവേദം എന്നിങ്ങനെ പലതരത്തിലുള്ള വേദദീക്ഷകളെക്കുറിച്ച് മന്ഥാന ഭൈരവ തന്ത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ക്ഷീണേ ചിത്തേ സുരേശാന പരാനന്ദമുദാഹൃതം നേന്ദ്രിയാണിന ച പ്രാണം നാന്ധകരണഗോചരം ന മനോ നാപി മന്തവ്യോ മന്താന്യോ നൈവ വിദ്യത്തെ സർവഭാവ പരീക്ഷീണേ പരം വേദമുദാഹൃതം. മനസ്സ് പൂർണ്ണമായി അടങ്ങുമ്പോൾ ഇന്ദ്രിയങ്ങളും പ്രാണനും അന്ധക്കരണങ്ങളും അപ്രത്യക്ഷമായ പോലെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആ പരമാനന്ദാമൃത അനുഭൂതിയിൽ മനസ്സില്ല, അറിയുന്ന വ്യക്തിയും അറിയപ്പെടേണ്ട ഒന്നും തന്നെ ഇല്ലാതാവുന്നു. അസ്തിത്വം തന്നെ ക്ഷയിക്കുന്നു. എന്നുവെച്ചാൽ സ്ഥൂല ശരീരം വിട്ട് തികച്ചും സൂക്ഷ്മ ശരീരിയായി മാറുന്ന ആ അവസ്ഥയാണ് പരമമായ വേദത്തിനുള്ള ലക്ഷണം. സർവഭാവ പരീക്ഷീണേ പരം വേദം ഉദാഹൃതം. ശിഷ്യന്റെ അന്തരംഗത്തിൽ ഈ വേദദീക്ഷയുടെ സ്വാധീനം അഥവാ പ്രഭാവം കുറിച്ച് മന്ഥാന ഭൈരവ തന്ത്രം ഇങ്ങനെ പറയുന്നു. പുരേ ശൃംഗാടകാകാരേ കുണ്ടലാകൃതി വിഗ്രഹാം സുസൂക്ഷ്മ ഭ്രമമാണാം ച ജ്വാലാമാലാ സമപ്രഭാം ജ്വലന്തി സർവരന്ധ്രേഷു മധ്യദേശേ വിചിന്തയേത്. മൂലാധാര ത്രികോണത്തിൽ കുണ്ടലാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന അതിസൂക്ഷ്മമായ കുണ്ടലിനി ശക്തി സൂക്ഷ്മ ശരീരത്തിലെ സുഷുമ്നാ നാഡിയിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ചക്രങ്ങളുടെയും മധ്യത്തിലുള്ള രന്ധ്രത്തിൽ ഭ്രമമാണാം ച ജ്വാലാമാലാ സമപ്രഭ അതിയായ വേഗത്തിൽ കറങ്ങിക്കൊണ്ടും തീജ്വാലയുടെ മാല പോലെ ജ്വലിച്ചുകൊണ്ടും കയറുന്നു. മുഹൂർത്തം യാവത്ത് ദേഹേതു ശക്തിസ്തിഷ്ഠതി രന്ധ്രക തദാചോത്പദ്യത്തെ മൂർച്ഛ സർവവ്യാപ്തി സ്വരൂപിണി. ഒരു ചെറിയ കാലയളവ് മാത്രം ആധാരചക്രങ്ങളുടെ രന്ധ്രത്തിലെ ഈ ശക്തിയുടെ സർവവ്യാപിത്വം അനുഭൂതമാവുമ്പോൾ തന്നെ സാധകൻ ബോധരഹിതനായി താഴെ വീഴുന്നു. ഏതത്തേ നാത്ര സന്ദേഹോ ഛിന്നമൂലം ദ്രുമം യഥ നിശങ്കോ വിഹ്വലശ്ചൈവ കാഷ്ടവത്ത് പതതേ ഭുവി. വേദനയൊന്നും അറിയാതെയും വിഹ്വലനായും എന്നുവെച്ചാൽ വരൾച്ച ബാധിച്ചവനായും ഒരു മരത്തടി വീഴുന്നത് പോലെ ഭൂമിയിൽ അവൻ വീഴുന്നു. കാഷ്ടവത്ത് പതതേ ഭുവി. അമൃതാഖ്യാതു യാ ശക്തി പൂർണ്ണചന്ദ്രസ്വരൂപിണി തയാ വ്യാപ്തിമാത്രസ്തു സസർജോ ഭവതേ തതഃ. ശിരസിലെ ചന്ദ്രമണ്ഡലത്തെ പ്രാപിച്ച കുണ്ടലിനി ശക്തി പൂർണ്ണചന്ദ്രന്റെ തേജസ്സോടുകൂടി അമൃതമൊഴുക്കുമ്പോൾ അത് സൂക്ഷ്മശരീരത്തിൽ തരുന്ന പരമാനന്ദാനുഭൂതി നുകർന്നുകൊണ്ട് അവൻ വീണ്ടും ബോധം തെളിഞ്ഞ് ഉണരുന്നു. കൗളസാധനയിലെ ഉത്തുംഗ അനുഭൂതിയായ കുണ്ടലിനി സാധന നിർവഹിക്കാൻ പ്രാപ്തനാവുന്നതോടെ സാധകൻ ശ്രേഷ്ഠനായ കൗളസിദ്ധനായിത്തീരുന്നു. ആ മഹാത്മാവിന് ഹൃദയാന്തർഭാഗത്തിലുള്ള ജ്യോതിർലിംഗം മാത്രമാണ് ഇനി അങ്ങോട്ട് ഉപാസിക്കേണ്ടതായിട്ടുള്ളത്. പാഷാണ വൃഷ്ടിസംഘാതൈർ മഹാമേഘൈ സുദാരുണൈ ന നശ്യേത് അഗ്നിനാ ലിംഗം ന പതേത് വജ്രതാഡിതം ഏതത്തു പൂജയേത് ദേവി കൗലികം സിദ്ധിമിച്ഛത. പാറക്കഷ്ണങ്ങൾ കൊണ്ട് എറിഞ്ഞാലും പെരുമഴയോ വലിയ തീപിടുത്തമോ ഇടിമിന്നലോ സംഭവിച്ചാലും ഒന്നുകൊണ്ടും നശിക്കാത്ത ഒരു ശിവലിംഗം അന്തരംഗത്തിലുണ്ട്. സാധനയുടെ സിദ്ധി ആഗ്രഹിക്കുന്ന കൗലികൻ ഉപാസിക്കേണ്ടത് ആ ആത്മലിംഗത്തെയാണ് എന്ന് കൗലജ്ഞാന നിർണയം നിർദ്ദേശിക്കുന്നു. 8 തരം പുഷ്പങ്ങളെ കൊണ്ട് ആ ലിംഗം പൂജിക്കണം. എന്തൊക്കെയാണ് ആ അഷ്ടപുഷ്പങ്ങൾ? അഹിംസ പ്രഥമം പുഷ്പം, ദ്വിതീയേന്ദ്രിയ നിഗ്രഹം, തൃതീയന്തു ദയാപുഷ്പം, ഭാവപുഷ്പം ചതുർത്ഥകം, പഞ്ചമന്തു ക്ഷമാപുഷ്പം, ഷഷ്ഠം ക്രോധവിനിർജിതം, സപ്തമം ധ്യാനപുഷ്പം തു ജ്ഞാനപുഷ്പം തു അഷ്ടമം ഏതത് പുഷ്പവിധം ജ്ഞാത്വാ അർച്ചയേ ലിംഗമാനസം. അഹിംസയാണ് ആദ്യത്തെ പുഷ്പം, ഇന്ദ്രിയങ്ങളെ അടക്കുന്നതാണ് രണ്ടാമത്തെ പുഷ്പം, ദയ മൂന്നാമത്തേത്, ഭാവപുഷ്പം നാലാമത്തേത്, അഞ്ചാമത്തെ പുഷ്പം ഹൃദയത്തിൻ്റെ വിശാലതയാണ്, അതാണ് ക്ഷമ. ക്രോധബുദ്ധിയെ നിയന്ത്രിക്കുന്നതാണ് ആറാമത്തെ പുഷ്പം, ധ്യാനമാണ് ഏഴാമത്തെ പുഷ്പം, ജ്ഞാനമാണ് എട്ടാമത്തെ പുഷ്പം. ഈ വിധമുള്ള അഷ്ടപുഷ്പങ്ങളെ കൊണ്ട് ആത്മലിംഗത്തെ പൂജിക്കുന്നതാണ് ഒരു യഥാർത്ഥ കൗളന്റെ പൂജ എന്നാണ് ശ്രീ മത്സ്യേന്ദ്രനാഥർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സമത്വം വീതരാഗത്വം ഉദാസീനം സ്വവൃത്തിനാം നിഷ്പരിഗ്രഹ സന്തോഷം ദ്വന്ദ്വയോഗം ന കാരയേത് കാമക്രോധശ്ച ദംഭശ്ച ത്യജേല്ലോഭം ശനൈഹി ശനൈഹി. ആസക്തിയില്ലായ്മ, മനസ്സ് ശാന്തമാകുന്ന തൃപ്തി,
അതോടുകൂടി ആഗ്രഹം, കോപം, അഹങ്കാരം, മോഹം എന്നിവ അശേഷം ത്യജിക്കൽ മുതലായവ വഴി ക്രമേണ നേടുന്ന സമത്വഭാവമാണ് ഒരു കൗളൻ കൈക്കൊള്ളേണ്ട ജീവിത ശൈലി. യോഗപാദത്തിൽ കൂടി സൂക്ഷ്മ ശരീരത്തിൽ കുണ്ടലിനി ശക്തിയുടെ പ്രായോഗിക അനുഭവം സിദ്ധിച്ച കൗളസിദ്ധന് പിന്നീട് വീണ്ടും ചര്യാപാദത്തിലേക്കും പഞ്ചമകാര സാധനയിലേക്കും തിരിച്ചുപോക്ക് ഇല്ല. കുലയോഗി പാനം ചെയ്യേണ്ട മദ്യം എന്താണ്? അഥവാ കുലമദ്യേന പൂജയേത് കുലപൂജിതം യോഗിഭി പീയതേ മദ്യം തന്മദ്യം യോഗിപുങ്കവൈഹി ന മദ്യം പാനയോഗ്യം സ്യാത് യന്മദ്യം ഗുഡപിഷ്ടകം. അതായത് ആന്തരികമായ കുണ്ടലിനി സാധന ചെയ്യുന്ന കുലയോഗീശ്വരന്മാർ പാനം ചെയ്യേണ്ടത് ശർക്കര മുതലായവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തെയല്ല, കുണ്ടലിനി ശിരസിൽ നിന്നും സ്രവിപ്പിക്കുന്ന കുലമദ്യമാകുന്ന അമൃതത്തെയാണ് പാനം ചെയ്യേണ്ടത് എന്ന് കുലചൂടാമണി തന്ത്രം പറയുന്നു. അതോടെ പഞ്ചമകാര സാധനയിലെ പല ഘടകങ്ങളുടെയും അർത്ഥം തന്നെ വേറെയാകുന്നു. ജ്ഞാനകാരിക എന്ന ഗ്രന്ഥത്തിൽ ശ്രീ മത്സ്യേന്ദ്രനാഥർ പറയുന്നത് ഇങ്ങനെയാണ്: അവിദ്യാപത്യത്കാലേ നഗ്നകം ച സാധകേശ്വരം നഗ്നസ്തു കഥിതാൻ ദേവാൻ മുക്തകേശം തതശൃണു കേശസ്തു പാശമിത്യുക്തം മുക്തിമാർഗപ്രബന്ധകം പാനയോഗാമൃതം ദിവ്യം യോഗിനാം സംപ്രകീർത്തിതം ഏഭിർമുക്തോ മഹായോഗി മദിരാമത്ത ഉച്യത്തെ മദിരാനന്ദമാഖ്യാതം നൈർമല്യമാലിനോ ശൃണു. അവിദ്യയിൽ നിന്നും മുക്തനാകുന്ന യോഗി നഗ്നൻ എന്ന് വിളിക്കപ്പെടുന്നു. വിവിധ തരത്തിലുള്ള പാശങ്ങളാണ് കേശം. മുക്തിമാർഗത്തിൽ ചരിക്കുന്ന അവൻ സകല ബന്ധങ്ങളിൽ നിന്നും വിമുക്തമാവുമ്പോൾ മുക്തകേശി, മുടി അഴിച്ചിട്ടവൻ എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും സ്രവിക്കുന്ന അമൃതമാണ് മദ്യം. പാനയോഗമാകുന്ന ആ സാധന തന്നെയാണ് മദ്യപാനം. അമൃതമാകുന്ന മദ്യപാനം കൊണ്ട് മുക്തനായ മഹായോഗി മദിരാമത്തൻ എന്ന് പറയപ്പെടുന്നു. നിർമ്മലത തന്നെയാണ് ആ മദിരാനന്ദം. അപ്പോൾ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. പൂർവകൗളൻ എന്ന് പിൽക്കാലങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ കുലയോഗികൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു? സകല ആസക്തികളും ഒഴിഞ്ഞ് കൈവല്യപദം ഒന്നു മാത്രം ലക്ഷ്യമാക്കി അവർ അനുഷ്ഠിച്ചു പോകുന്ന കഠിനമായ കൗലമാർഗം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രീവിദ്യയുടെ ഭാഗമായി കൗളമാർഗം എന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉപാസനാ മാർഗമോ അല്ലെങ്കിൽ ശ്രീ ലക്ഷ്മീധരാചാര്യർ മുതലായ പൂർവ്വസാമയികർ വീക്ഷിച്ച കൗളമാർഗമോ അല്ല യഥാർത്ഥത്തിൽ പണ്ടുകാലത്ത് ഉത്തരഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന മഹത്തായ യോഗപാദത്തിൽ ഹഠയോഗാദി കായസാധനയിൽ അടിയുറച്ച കൗളമാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഭാഗത്തിൽ എന്താണ് ഇന്നത്തെ സമയാചാരത്തിൻ്റെ അവസ്ഥ, അഥവാ ശ്രീവിദ്യ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഇക്കാലത്തെ ഉപാസനാ പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.